ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പിക്ചർ കാണിച്ചു തന്നു. ആ ചിത്രം എങ്ങനെയായിരുന്നു? ഒരു ഉണങ്ങിയ മരം. കാണുന്ന ഒരു ഉണങ്ങിയ മരമാണ്. പക്ഷെ ഇത്ര കഴിയുമ്പോൾ ആ ഉണക്ക കമ്പിൽ നിന്നും ചെറിയ ചെറിയ തളിരുകൾ വരുന്നു. ആ തളിര് വന്ന് അത് വളരുന്നു. അതിനുശേഷം ആ ഇലകളുടെ മുകളിൽ അവിടുന്ന് ഒരു നല്ല പൂവുണ്ടാകും. അതിനുശേഷം ആ പൂവിൽ നിന്നും അവിടെ ഒരു ഫലമുണ്ടാകും. വളരെ അർത്ഥവത്തായ ഒരു ദൈവിക ദർശനമെന്നോ ദൈവിക ആലോചനയെന്നോ നമുക്കത് പറയാം. എല്ലാം തകർന്നുപോയി, ജീവിതം ഉണങ്ങിപ്പോയി, പ്രതീക്ഷയില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, മകനെ നിനക്ക് പുത്തൻ പ്രതീക്ഷകൾ തരും. യേശു നിനക്ക് പുത്തൻ പ്രതീക്ഷകൾ തരും. യേശു മകനെ നിനക്ക് തളിര് തരും. നിന്റെ കരിഞ്ഞുണങ്ങിപ്പോയ ജീവിതത്തെ പുഷ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്കറിയാമോ, അഹ്റോൻ്റെ വടി ഉണങ്ങിയതായിരുന്നു, ഉണങ്ങിയ വടി. എന്നാൽ ആ ഉണങ്ങിയ വടി ദൈവ സാന്നിധ്യത്തിൽ ഒരു രാത്രി ഇരുന്നപ്പോൾ ആ വടി പുഷ്പിച്ചു. ആ ബദാമിൻ്റെ ഉണങ്ങിയ തണ്ട് അത് പുഷ്പിച്ചു, അത് തളിർത്തു, അത് ഫലം കായ്ച്ചു. എന്താണത് സൂചിപ്പിക്കുന്നത്? ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ഏതൊരു തകർന്ന ജീവിതം പുഷ്പിക്കും. ദൈവ സാന്നിധ്യത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യത്തിൽ, കൃപയുടെ നിഴലിലിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് സത്യമാണ്.